ഇത് കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായ ഒരു ക്ലാസ് ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. പലപ്പോഴും നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ആംഗിളിലല്ലാതെ മറ്റൊരു ആംഗിളിലൂടെ കാര്യങ്ങൾ പറയുന്ന ഒരു രീതി വളരെ മനോഹരമായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു, ഇൻഫോർമേറ്റീവ് ആയിരുന്നു. സഹോദരി സഹോദരന്മാരെ, EMF ഹെൽത്തിന് ഓൺലൈൻ ഹെൽത്ത് കെയിലാണ് എല്ലാ മാസവും 2 ഓൺലൈൻ ഹെൽക്ക. ഈ വർഷം റമളാനോട് അനുബന്ധമായി തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക അതിൻ്റെ ഒരു അവയർനെസ് എന്നൊരു സെഷൻ എടുക്കാൻ നമുക്ക് ഇന്നത്തെ ഈ ഓർത്തോപെഡിക് സർജൻ ശാന്തി ഹോസ്പിറ്റൽ സാറിനെയും അതുപോലെ ഇന്ന് ഇതിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവരും എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം ഈ പിന്നെ നമുക്കാകെ 1/2 മണിക്കൂറാണ് സമയമുള്ളത് ഡോക്ടർക്ക്. അതുകൊണ്ട് ഇനി ഒരുപാട് വൈകാൻ ഇനി കാത്തിരിക്കാനും നമുക്ക് സമയമില്ല. സെഷൻ സർ പ്ലീസ്. പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഡോക്ടർ അബ്ദുറഹ്മാൻ, ഓർത്തോ ഡോക്ടറാണ്. ശാന്തി ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ടോപ്പിക് യഥാർത്ഥത്തിൽ ഞാൻ എടുക്കാൻ അർഹനല്ല. സോ ഈ ടോപ്പിക് യഥാർത്ഥത്തിൽ ചെയ്യാൻ ഞാൻ അഗ്രി ചെയ്തത് റമദാന് വേണ്ടി എൻ്റെ ഒരു പ്രിപ്പറേഷൻ ഒന്ന് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു പഠനമാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ തുടക്കത്തിലുള്ള ഒരു 8 സ്ലൈഡോളം എന്താണ് റമദാനിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ഇസ്ലാമും മനുഷ്യനും ദൈവവും അല്ലെങ്കിൽ അള്ളാഹുവും ഇതിനുള്ള ചെറിയ കോൺസെപ്റ്റ്സ് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ആദ്യം അള്ളാഹു ആരാണ്, മനുഷ്യനാരാണ്, ശൈത്താൻ ആരാണ്, ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല റബ്ബന ളലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. സൂറ ആറാഫിലെ 23-ാമത്തെ ആയത്താണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം ഈ വാക്കുകൾ മനുഷ്യരാശിയുടെ പിതാവും മാതാവുമായ ആദം അലൈഹി ഇസ്ലാമും ഹവ്വ അലൈഹി ഇസ്ലാമും പറഞ്ഞതാണ്. അതേത് സന്ദർഭത്തിലാണെന്നും നമുക്കറിയാം. അള്ളാഹു അവരോട് ഒരു പ്രത്യേക വൃക്ഷത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവര് ചെകുത്താൻ്റെ ഇൻസ്റ്റിഗേഷനിൽ ആ വൃക്ഷത്തിൽ നിന്ന് പഴം കഴിക്കുകയും അതിനുശേഷം അവർ തെറ്റ് മനസ്സിലാക്കി അവർ പറഞ്ഞ വാക്കുകളാണ്. കാല അവർ രണ്ടുപേരും പറഞ്ഞു, റബ്ബന, നമ്മുടെ റബ്ബ്, വലംന അൻഫുസന, നമ്മുടെ നഫ്സിനോട് നമ്മൾ തന്നെ ദുൽമ ചെയ്തിട്ടുണ്ട്, വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംന, നീ നമ്മളോട് മാപ്പരുളിയില്ലെങ്കിൽ, നീ നമ്മളോട് കരുണ കാണിച്ചില്ലെങ്കിൽ, തീർച്ചയായും ലനകൂനന്ന മിനൽ ഖാസിരീൻ, നമ്മൾ നഷ്ടം കൈവരിച്ച ആൾക്കാരിൽ പെട്ടുപോകും. ഇനി സൂറ മാഇദ 31-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. കാല യാ വൈലത അഅജസ്തു അൻ അകൂന മിത്ല ഹാദൽ ഗുറാബ് ഫഉവാരി സൂഅത അഖി ഫഅസ്ബഹ മിനൽ നാദിമീൻ. ഈ വാക്കുകൾ ആരാണ് പറയുന്നത്? ഇത് അവരുടെ മകനായ കാബീലാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആദം അലൈഹി ഇസ്ലാമും ഹവ്വ ബീവിയുടെ മകൻ കാബീൽ
ആണ് ഈ വാക്കുകൾ പറയുന്നത്. എപ്പോഴാണ് അവർ കാബീൽ പറയുന്നത്? ഹാബീൽ സ്വന്തം പിന്നെ സഹോദരനെ കൊലപ്പെടുത്തിയതിന് ശേഷം കാല യാ വൈലത്ത, കാല അവൻ പറഞ്ഞു, നഷ്ടം, അജസ്തു അൻ അകൂന മിസ്ല ഹാദൽ ഗുറബ്, ഈ കാക്ക ചെയ്തതുപോലും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. എന്താണ് ആ കാക്ക ചെയ്തത്? ഒരു മൃതശരീരത്തെ മണ്ണ് തോണ്ടിയിട്ട് അതിനകത്ത് കുഴിച്ചിടാണ് ചെയ്തത്. എൻ്റെ സഹോദരനെ കുഴിച്ചിടാൻ ഞാൻ കാക്കയിൽ നിന്ന് പഠിക്കേണ്ടി വന്നല്ലോ. ഫഅസ്ബഹ മിനൻ നാദിമീൻ, വിഷമിച്ചവരിൽ, ദുഃഖിച്ചവരിൽ അവൻ പെട്ടു. ഇവിടെയും നമുക്ക് കാണാൻ കഴിയും കാബീൽ ഒരു തെറ്റുകാരനാണ്, ഒരുപക്ഷെ നരകമാണ് വിധിച്ചത്. പക്ഷെ നമുക്ക് കാണാൻ കഴിയും അസ്ബഹ മിനൻ നാദിമീൻ, ദുഃഖം എന്നൊരു ഇമോഷൻ ആ മനുഷ്യൻ തെറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടായി എന്നുള്ളതാണ്. ഇനി നമുക്ക് വേറൊരു സംസാരം കാണാം. സൂറത്തുൽ ആറാഫ് 12-ാമത്തെ ആയത്തിലാണ്. ഖാല അന ഖൈറും മിൻഹു ഖലഖ്തനി മിൻ നാർ വ ഖലഖ്തഹു മിൻ തീൻ. ഇതാരാണ് പറയുന്നത്? ഇത് ഇബ്ലീസാണ് പറയുന്നത്. ഇബ്ലീസ് ഏത് അവസരത്തിലാണ് ഇത് പറയുന്നത്? പടച്ചവൻ ഇബ്ലീസിനോട് ആദം അലൈഹി ഇസ്ലാമിന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യാൻ പറയുമ്പോൾ അത് വിസമ്മതിച്ചതിന് ശേഷം പടച്ചവൻ ഇബ്ലീസിനോട് ചോദിച്ച, എന്താണ് നിന്നെ ആ സാഷ്ടാംഗം ചെയ്യാൻ നിന്നെ തടഞ്ഞത്? എന്നിട്ട് പറയുന്നൊരു എക്സ്ക്യൂസ് ആണ്, ഖാല അന ഖൈറുൻ മിൻഹു, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്, നല്ലവനാണ്. ഖലഖ്തനി മിൻ നാർ, നീ എന്നെ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ഖലഖ്തഹു മിൻ തീൻ, അവനെയോ നീ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഞാൻ ഉത്തമനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പ്രത്യേക മൈൻഡ് സെറ്റ്, ഈ തെറ്റ് ചെയ്ത വ്യത്യസ്ത ജീവികൾ, അള്ളാഹുവിന്റെ സൃഷ്ടികൾ എങ്ങനെ അതിനോട് പ്രതികരിച്ചു എന്നാണ്. ആ തെറ്റ് ചെയ്തതിനു ശേഷം പ്രതികരിച്ച് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് കാണാൻ കഴിയും ആദം അലൈഹി ഇസ്ലാം, ഹവ്വ അലൈഹി ഇസ്ലാം, അവര് തൗബ എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് അവരെത്തി, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും. പക്ഷെ കാബീൽ പിന്നെ തെറ്റ് ചെയ്തു. ഏറ്റവും അവസാനം അത് തെറ്റാണെന്ന് മനസ്സിലായി ദുഃഖിച്ചു. പക്ഷെ നരകശിക്ഷ വിധിക്കപ്പെട്ടിരുന്നു. പക്ഷെ ശൈത്താൻ അങ്ങനെയല്ലായിരുന്നു. ഇപ്പൊ നമ്മൾ ആ മൈൻഡ് സെറ്റ് നോക്കുകയാണെങ്കിൽ മനുഷ്യൻ ഷഹവാത്തിന്റെ അടിമയായി മാറി. എന്ന് പറഞ്ഞാൽ ഒരു ആഗ്രഹം, ഒരു ഡിസയർ ഉള്ളിൽ വരുമ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ വഴിതെറ്റും. ശൈത്താൻ ആണെങ്കിൽ ഷഹവാത്ത് മാത്രമല്ല കിബറുമുണ്ട്. എന്ന് പറഞ്ഞാൽ തോന്നിവാസം കാട്ടി അത് നിലനിർത്താൻ വേണ്ടി എക്സ്ക്യൂസുകൾ പറയും. ഞാൻ നല്ലവനാണെന്നാണ് തോന്നൽ, ഞാൻ ഉത്തമനാണ് എന്നൊരു തോന്നൽ നിറഞ്ഞ് നിൽക്കുന്നു എന്നാണ് ഇവിടെ വ്യത്യാസം. അപ്പൊ മനുഷ്യനെയും ശൈത്താനെയും നമ്മൾ ഒരു ക്യാരക്ടർ സ്കെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും മനുഷ്യൻ ഷഹവാത്തിന് അടിമ ആണെങ്കിലും മനുഷ്യന് എന്താണ് പിന്നെ തിരിച്ചു വരാനുള്ളൊരു കഴിവ് മനുഷ്യന് ഉണ്ട്. ചെകുത്താനാണെങ്കിൽ കിബിർ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തിരിച്ചു വരാനുള്ളൊരു കഴിവില്ല. അതുകൊണ്ട് നമ്മുടെ ജേണി അള്ളാഹുവിൻ്റെ അടുത്താണ് എങ്കിൽ നമ്മുടെ ഷഹവാത്ത് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന അത്യാവശ്യമാണ്. പക്ഷെ ഏറ്റവും ആദ്യം എന്താണ്, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിബർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു അംശം പോലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല. ആ കിബർ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഷഹവാത്തിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല. ഇനി സാന്ദർഭികമായി പറയട്ടെ, കാബീൽ എങ്ങനെയാണ് ഏറ്റവും ആദ്യത്തെ കൊലയാളിയായി മാറിയ കഥ നമുക്ക് ഒരുപക്ഷെ ഓർമ്മിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഓതിയ ആയത്തില് ഇബ്ൻ കസീറിന്റെ ഇബ്ൻ കസീറിന്റെ തഫ്സീറിൽ പറയുന്നത് ശരിക്കും കാബീല് ഹാബീലിനെ കൊല്ലുന്ന ഒരു പെണ്ണിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഹാബീലും കാബീലും തമ്മിലുള്ള ആ തർക്കം തീർക്കാൻ ഒരു ബലി അർപ്പണം നടത്തുന്നു. അത് ആരുടെ ബലിയാണ് പടച്ചവൻ സ്വീകരിക്കുക എന്ന് നോക്കിയിരുന്നിട്ട് ഹാബീലിന്റെ ബലിയാണ് സ്വീകരിച്ചത്. പക്ഷെ കാബീലിന് അത് പിടിച്ചില്ല. എന്നിട്ട് ഹാബീലിനെ കൊല്ലാൻ ശ്രമിക്കുക. ഹാബീൽ സബർ കൈവരിച്ചിരുന്നു. കാബീൽ കൊല്ലാൻ ശ്രമം നടത്തുന്നു, കഴുത്തില് പിടുത്തം പിടിക്കുന്നുണ്ട്, പക്ഷെ കൊല്ലാൻ അറിയില്ല. എന്നിട്ട് ആരാണ് കൊല്ലാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ശൈത്താനാണ്. ശൈത്താൻ പറയുന്നു തല ഒരു പാറയുടെ മുകളിലൊക്കെ വേറൊരു പാറ ഉണ്ട്, തല പൊട്ടിക്കുക.
ഈ ഷൈത്താൻ തന്നെയാണ് ആദം അലൈഹി ഇസ്ലാമിനെയും ഹവ്വ ബീവിയെയും വഴിതെറ്റിച്ചത്. അവിടെ ഒരു ചെറിയ തെറ്റിന് വേണ്ടിയിട്ടായിരുന്നു. അത് ഒരു ചെറിയ തെറ്റെന്ന് പറഞ്ഞാൽ കൊലപാതകമല്ല, ഒരു പിന്നെ അള്ളാഹുവിന്റെ ആജ്ഞാപനം ഈ വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുതെന്ന് പറഞ്ഞപ്പം ആ വൃക്ഷത്തിന്റെ പഴം തന്നെ തിന്നാൻ അവരെ പ്രേരിപ്പിച്ചു. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ മനുഷ്യന്റെയും ചെകുത്താന്റെയും ബേസിക് ക്യാരക്ടർ നമ്മൾ അവിടെ ക്യാരക്ടർ സ്കെച്ച് ചെയ്തുവെങ്കിലും ഇവിടെ ഷെയ്ത്താനെ വേറൊരു തരത്തിൽ നമുക്ക് കാണാൻ കഴിയണം. ഷെയ്ത്താന്റെ ഉള്ളിലെ ക്യാരക്ടർ ഷഹവാത്തും അതുപോലെ കിബറും നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ മനുഷ്യനുമായിട്ടുള്ള സമ്പർക്കത്തില് ചെകുത്താൻ മുദില്ലും കൂടെയാണ്. അദുവ് എന്ന് പറഞ്ഞാൽ ശത്രു, മുദിൽ എന്ന് പറഞ്ഞാൽ തെറ്റിക്കുന്നവനാണ്, മുബീൻ വളരെ വ്യക്തമായ ഒരു ശത്രുവാണ്. അതാണ് ഷൈത്താനി റജീം എന്നും പറയുന്നത്, ശപിക്കപ്പെട്ടവനാണ്. ഇത് നമ്മൾ വ്യക്തമാക്കി വെക്കണം. ഏതൊരു സമയത്തും നമ്മളും ആദം അലൈഹി ഇസ്ലാം ഹവ്വ ബീവിയും മാതിരി, കാബീൽ മാതിരി, നമ്മൾ ഏതൊരു സമയത്തും നമ്മുടെ അടുത്ത് ഷൈത്താൻ ഓരോരോ പ്രസന്റുകളെ നമ്മുടെ കൺമുമ്പിൽ വരും. അപ്പം ഈ പ്രസന്റുകളൊക്കെ പിന്നെ തിരിച്ചറിയാനും ആ തിരിച്ചറിഞ്ഞ സംഗതിയിൽ നിന്നും മാറി നിൽക്കാനുമാണ് നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാവേണ്ടത്. ഇനി ഒരു പിക്ചർ ഞാനിവിടെ കാണിക്കുന്നു. ഒരു പക്ഷേ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ഇതാരാണെന്നുള്ളത്? വിക്കിപീഡിയയിൽ നിന്ന് എടുത്തൊരു ചിത്രമാണ്. ഒരു ക്ലൂവിന് വേണ്ടി സൂറ 19 ഇതൊരു ഡ്രോയിങ് ആണ്. നമ്മളതിനെ പിന്നെ വല്ലാതെ ഡെപ്തിലേക്ക് പോകണ്ടില്ല. പക്ഷെ ഇവിടെ മറിയം ബീവി ഒരു പിന്നെ മരം കുലുക്കിയിട്ട് അതിൽ നിന്ന് പഴങ്ങൾ താഴെ വീഴുന്നതായിട്ടാണ് കാണുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം മറിയം ബീവിക്ക് ഒരു പ്രത്യേക ഒരു പരീക്ഷണമാണ് നൽകിയിരുന്നത്. ഒരു പുരുഷന്റെ സാന്നിധ്യമില്ലാതെ കുഞ്ഞ് വയറ്റിൽ പിറക്കുകയും ഈ പിന്നെ പ്രസവം നടക്കുന്നത് ഒറ്റയ്ക്കാണ്. ഒരു സ്ത്രീക്ക് ഒരിക്കലും ഒരു പക്ഷെ ചിന്തിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. രണ്ട് വലിയ പരീക്ഷണങ്ങൾ ഒരുമിച്ച് നേരിട്ട ഒരു മഹത് വ്യക്തിയാണ് മറിയം അലൈഹി ഇസ്ലാം. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പിന്നെ മറിയം അലൈഹി ഇസ്ലാമിന് വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതാവുമ്പോൾ ഒരു നീരുറവ പടച്ചവൻ മറിയം അലൈഹി ഇസ്ലാമിന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഴങ്ങൾ, നല്ല പഴുത്ത പഴങ്ങൾ, പാകത്തിന് പഴുത്ത പഴങ്ങൾ നൽകുന്നുണ്ട്. അതിനുശേഷം വരുന്ന ആയത്തിൽ അള്ളാഹു മറിയം അലൈഹി ഇസ്ലാമിനോട് പറയുന്നത് ഇങ്ങനെയാണ് പറയേണ്ടത് ഇന്നി നദർതു റഹ്മാനി സൗമ, ഞാൻ അർ റഹ്മാൻ കാരുണ്യവാനായ ഇവനോട് സൗമ് എന്നൊരു സംഗതി, സൗമ് എന്നൊരു കാര്യം അല്ലെങ്കിൽ ഒരു വ്രതം അനുഷ്ഠിക്കാൻ എന്നെ കൽപ്പിച്ചിട്ടുണ്ട്. ഫലൻ ഉക്കല്ലിമ അൽ യൗമ ഇൻസിയ. അപ്പം ഇവിടെ ആ വ്രതം അനുഷ്ഠാനം യഥാർത്ഥത്തിൽ മൗനവ്രതം പിന്നെ ഒരു മൗനവ്രതം പാലിക്കാനാണ് ഇവിടെ പറയുന്നത്. ഫലൻ ഉക്കല്ലിമൽ യൗമ ഇൻസിയ, ഒരു മനുഷ്യനോട് ഞാൻ സംസാരിക്കാൻ പാടില്ല. ഇനി നമുക്ക് കാണാൻ കഴിയാം സൂറ മറിയമിൽ തന്നെ അതിന്റെ മുമ്പത്തെ ഒരു ആയത്തിൽ ആയതുക അല്ല തുകല്ലിമൻ നാസ സലാസ ലയാലൻ സവിയ്യ, നിന്റെ ആയത്ത് എന്താണ്? അല്ല തുകല്ലിമൻ നാസ, മനുഷ്യന്മാരോട് 3 ദിവസങ്ങൾ സംസാരിക്കരുത്. ഇത് ആരോടാണ് പറയുന്നത്? സക്കരിയ അലൈഹി ഇസ്ലാമിനോടാണ് പറയുന്നത്. അപ്പോ ഇത് മൗനവ്രതത്തെ കുറിച്ചാണ് ഈ ആയത്തുകൾ പറയുന്നത്. ആ സമയത്ത് നമ്മൾ ഇന്ന് നോമ്പ് നോൽക്കുന്ന മാതിരി നോമ്പ് ആൾക്കാർ നോറ്റോ ഇല്ലയോ എന്നുള്ളത് ചർച്ച വേറെ തന്നെ ഉണ്ട്. എന്തായാലും ഒരുപക്ഷെ നോമ്പ് നോറ്റിട്ടുണ്ടാവാം. ദാവൂദ് അലൈഹി ഇസ്ലാം നോമ്പ് നോറ്റിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ആ രീതിയിലുള്ള നോമ്പും ഇവര് നോൽക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ ഇവിടെ ഇതൊരു മൗനവ്രതമാണ്. ഈ മൗനവ്രതം എപ്പോഴാണ് പടച്ചവൻ ഈ 2 വ്യക്തിത്വങ്ങൾക്ക് അള്ളാഹു കൽപ്പിക്കുന്നത്? അവരുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ അവര് ഇരുവരും ഒരു പ്രവാചകന്റെ പിന്നെ മാതാവോ പിതാവോ ആവാൻ പോകുന്ന ഒരു സന്ദർഭത്തിലാണ്. ഈ പ്രവാചകന്മാർ സക്കരിയ അലൈഹി ഇസ്ലാമിന്റെ മകൻ യഹ്യ,
അതുപോലെ മറിയം അലൈഹി ഇസ്ലാമിന്റെ മകൻ ഈസ അലൈഹി ഇസ്ലാം. ഈ 2 പ്രവാചകന്മാർ അവരുടെ പ്രബോധന ജീവിതത്തിൽ നിരവധി പരീക്ഷണങ്ങൾ അവർ നേരിട്ടിട്ടുണ്ട്. മാത്രമല്ല അവർ രണ്ടുപേരും അവരുടെ പിതാവും മാതാവും മരണപ്പെടുന്നതിന് മുമ്പ് മരണപ്പെട്ടിട്ടുമുണ്ട്. അല്ല, ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുമുണ്ട്. യഹ്യ അലൈഹി ഇസ്ലാമിനെ കൊന്നു, ഈസ അലൈഹി ഇസ്ലാമിനെ കൊന്നു എന്ന് അവരോട് വരുത്തി തീർത്തിരുന്നു. എന്തായാലും ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് ഇവരോട് മൗനവ്രതം അനുഷ്ഠിക്കാൻ പറയുന്നത്. ഇത് വീണ്ടും വിക്കിപീഡിയയിൽ നിന്ന് എടുത്ത ഒരു ചിത്രമാണ്. സക്കരിയ അലൈഹി ഇസ്ലാമിനെ ഒരു വൃക്ഷത്തിനുള്ളിൽ പിന്നെ ഈർന്ന് കൊല്ലുകയാണ് ഈ 2 ബനി ഇസ്രായേൽക്കാരായ 2 ഭടന്മാർ. പിന്നെ സക്കരിയ അലൈഹി ഇസ്ലാമിനെ കൊലപ്പെടുത്തുന്നത് യഹ്യ അലൈഹി ഇസ്ലാമിന്റെ കൊലപാതകത്തിന് ശേഷമാണ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരു പിന്നെ എന്തുമാത്രം പരീക്ഷണങ്ങൾ ഈ 2 വ്യക്തികൾ മറിയം അലൈഹി ഇസ്ലാം അതുപോലെ സക്കരിയ അലൈഹി ഇസ്ലാം നേരിട്ടുണ്ടാവുന്നത്. അപ്പോൾ അവരുടെ സന്താനങ്ങൾ അവർക്ക് പിറക്കുന്നതിന് മുമ്പ് അവരോട് പടച്ചവൻ മൗനവ്രതം അനുഷ്ഠിക്കാൻ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ വ്രതം നമുക്ക് ഒരു വലിയൊരു ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സംഗതി ആയിരിക്കും. അതുകൊണ്ടാണ് സൗമ എന്ന സംഗതി ഇവർക്ക് കൽപ്പിക്കുന്നത്. ഇനി റമദാനിലേക്ക് നമ്മൾ പോകുമ്പോൾ, നമ്മളൊരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ ബാഗ് പാക്ക് ചെയ്യുന്ന പോലെ തന്നെയും ആ ബാഗിൽ എന്തൊക്കെ പാക്ക് ചെയ്യുന്ന ലിസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയും നമുക്ക് എന്താണ് ഒരു പ്രിപ്പറേഷൻ റമദാനിന് ചെയ്യണം. ഇപ്പോൾ ഷാബാന്റെ പകുതി കഴിഞ്ഞു, ഇനിയും നമുക്ക് കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ. ഈ സമയത്ത് തന്നെ നമ്മൾ ഒന്നും കൂടെ നമ്മൾ റമദാനിലെ ദിവസങ്ങൾ, ദിനരാത്രങ്ങൾ എങ്ങനെയാണ് നമ്മൾ ചെലവഴിക്കുക എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇപ്പം തന്നെ നമ്മൾ ഇമാജിൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇതിൽ പ്രിപ്പറേഷന് പല പല കോമ്പണൻസ് ഉണ്ട്. അതിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ പാകപ്പെടുത്തണം. നമുക്ക് പിന്നെ ക്ഷീണം, നോമ്പ് നോറ്റാലുള്ള ക്ഷീണം, ഗ്യാസ് തുടങ്ങി വ്യത്യസ്ത പ്രയാസങ്ങൾ ഓരോ മനുഷ്യന്മാർക്കും ഉണ്ടാവാം. അപ്പൊ ഇതിനൊക്കെ നേരിടാൻ വേണ്ടി നമ്മളൊരു പക്ഷെ ഒരു എക്സസൈസ് പ്രോഗ്രാമിലേക്ക് നമ്മൾ തുടങ്ങേണ്ടി വരും. ഒരല്പം നോമ്പൊക്കെ നോറ്റ് നമ്മൾ ആ ഒരു ഇനിഷ്യൽ സ്റ്റാർട്ടിങ് ട്രബിൾ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. പിന്നെ നോമ്പിലാണല്ലോ സക്കാത്ത് നൽകുക. അപ്പോൾ നമ്മൾ സക്കാത്തിന്റെ പൈസ കണക്കൂട്ടാൻ നമ്മൾ നോമ്പിന്റെ അവസാനം വരെ നമ്മൾ കാത്തിരിക്കരുത്. നമ്മളിപ്പോൾ തന്നെ അത് കണക്കൂട്ടി അതിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ കൃത്യമായ സമയത്ത് സ്വരൂപിച്ചുകൊണ്ട് അത് നൽകാൻ നമ്മൾ റെഡി ആയിരിക്കണം. നമ്മുടെ നാവിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ റെഡി ആയിരിക്കണം. നമ്മുടെ നാവ് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ വെറും പിന്നെ ഭക്ഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ പാനീയങ്ങളും അതുപോലെ ഭക്ഷണവും കഴിക്കാതെ ഒരു വിശ്വാസി നാവ് കൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ കാരണം ആ നോമ്പ് ഇല്ലാതാവുന്ന ഒരവസ്ഥ നമ്മൾ ഹദീസുകളിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ ഇപ്പം തന്നെ ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാരായണം, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അടുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ നമ്മൾ ഇപ്പം തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ നമസ്കാരങ്ങൾ സമയത്തിന് നിസ്കരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊരു ഇപ്പം ചെയ്യുന്ന ഒരു കാര്യമല്ല, നമ്മുടെ ജീവിതത്തിന് ഒരു ഭാഗമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ സമയത്ത് നിസ്കരിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മളൊന്നും കൂടെ ആ നമസ്കാരം നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ ഇപ്പം തന്നെ റമദാനിൽ എന്താണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം തന്നെ നമ്മൾ തുടങ്ങും. റമദാനിന്റെ മാസം വരട്ടെ തുടങ്ങാൻ വേണ്ടി എന്നുള്ള കാര്യം ആവരുത്. അതുകൊണ്ട് ഒരു ജേർണിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഇനി പിന്നെ ഞാൻ ജസ്റ്റ് ഇൻ ബിറ്റ്വീൻ ഒരു ചെറിയൊരു കാര്യം കാണിച്ചതേ ഉള്ളൂ. എന്തിനാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അടുത്ത് ഇരുന്നിട്ട് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞത്? നമ്മൾ മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ്. നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. വെള്ളം എന്ന് പറയുന്നത് നമുക്ക് ഒരു വലിയ അനുഗ്രഹമാണ്, അള്ളാഹുവിൽ നിന്നൊരു വലിയ അനുഗ്രഹമാണ്. ഭക്ഷണം എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നൊരു വലിയ അനുഗ്രഹമാണ്. നമുക്ക് കാണാൻ കഴിയും ഒരു പിന്നെ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ഒരു പേഷ്യന്റിന് ഈ വെള്ളവും അതുപോലെ ഭക്ഷണവും എങ്ങനെ ഒരു പരീക്ഷണമായി തീരുമെന്ന്. ഒരാൾക്ക് ഷിഫ ആയി അല്ലെങ്കിൽ ഊർജം നൽകുന്നത് മറ്റൊരാൾക്ക് അസുഖത്തിന് വഴിയൊരുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെറുതായി കാണുന്ന എന്തൊരു കാര്യവും അല്ലാഹുവിൽ നിന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും അതനുസരിച്ച് എന്താണ് നമ്മൾ പിന്നെ അതിനെ വില കൽപ്പിക്കുകയും അതിനോട് നന്ദിയും പ്രകടിപ്പിക്കുക എന്നാണ് അതിൻ്റെ ഒരു
ഓബ്വിയസ് ആയിട്ടുള്ളൊരു കൊറോളറി. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അടുത്ത് ഇരുന്ന് വെള്ളം കുടിക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞത്, നമ്മൾ എത്ര തിരക്കിട്ട ഒരു സന്ദർഭമാണെങ്കിലും അള്ളാഹുവിനെ ഓർത്തിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കണം. മെഡിക്കൽ പ്രൊഫഷണലിക്ക് നമുക്ക് കൺമുമ്പിൽ നമുക്ക് കാണാൻ കഴിയും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും നമ്മൾ കുടിക്കുന്ന വെള്ളവും നാളെ നമുക്ക് തന്നെ എന്താണ് ഒരു അസുഖത്തിൻ്റെ ഒരു കാരണമായി മാറാം. അത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്, വേറെ ആരുമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് വേണ്ടിയിട്ടും അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടിയിട്ടും അള്ളാഹുവിനോട് എപ്പോഴും നന്ദി പ്രകടിപ്പിക്കണം. അടുത്തൊരു കോൺസെപ്റ്റ്, ഈ ബിലീവർ എന്ന് പറയുന്ന അല്ലെങ്കിൽ വിശ്വാസി എന്ന് പറയുന്ന ഒരാൾ എപ്പോഴും ലോകത്തെ വീക്ഷിക്കുന്ന ഒരു പ്രത്യേക ലെൻസിലൂടെയാണ്. നമ്മളൊരു കൂളിംഗ് ഗ്ലാസ് ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ലോകം ഒരു ഇരുണ്ട കളറിലാണ് നമ്മൾ കാണുക. നമ്മുടെ വിശ്വാസി ഒരു പ്രത്യേക ലെൻസ് ഇട്ടിട്ടാണ് എന്താണ് ലോകത്തെ വീക്ഷിക്കുക. ആ വിശ്വാസി എപ്പോഴും ഈ ലോകത്ത് കാണുന്ന ഐഹിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിലകൊള്ളുന്നത്, അത് ആഖിറത്തിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ലക്ഷ്യം വെക്കുന്നത്. ഈ ലോകം പലപ്പോഴും പ്രയാസങ്ങൾ നിറഞ്ഞതാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പരീക്ഷണമായി കാണാൻ വിശ്വാസിക്ക് കഴിയാറുണ്ട്. അള്ളാഹുവിനെ എപ്പോഴും ഏതൊരു അവസ്ഥയിലും കാണാൻ കഴിയാറുണ്ട് വിശ്വാസിക്ക്. നമ്മൾ പലപ്പോഴും ദേഷ്യം പ്രകടിപ്പിക്കുമ്പോൾ, നമ്മൾ നെഗറ്റീവ് ഇമോഷൻസ് ഒരു മനുഷ്യനോട് നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ അതിൻ്റെ കാരണം വേറൊന്നുമില്ല, ആ മനുഷ്യൻ്റെ ഉള്ളിൽ അള്ളാഹുവിനെ നമുക്ക് കാണാൻ കഴിയാത്തതുകൊണ്ടാണ്. നമ്മുടെ ലെൻസിന് എന്തോ പറ്റിയിട്ടുണ്ട്. ഈ ലെൻസിനെ നമ്മൾ എപ്പോഴും ക്ലിയർ ആക്കി വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ കാഴ്ച നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ നെഗറ്റീവ് ഇമോഷൻസിൻ്റെ ഒരു ഇരയായി മാറും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ പാത നമ്മൾ സ്വീകരിക്കണം. നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത്. ബലസ എന്നൊരു വാക്കിൽ നിന്നാണ് ഇബ്ലീസ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ബലസ മീൻസ് ടു ഡിസ്പെയർ, അല്ലെങ്കിൽ നിരാശപ്പെടുക എന്നുള്ളതാണ്. നിരാശയിലൂടെയാണ് എന്താണ് ശൈത്താൻ എപ്പോഴും ഉള്ളിൽ കടന്നുകൂടുന്നത്. അപ്പോൾ എപ്പോഴും ഏത് സന്ദർഭത്തിലും നമ്മൾ സന്തോഷിക്കണം, നമുക്ക് നിരാശ ഉണ്ടാവാൻ പാടില്ല. പിന്നെ നമുക്ക് എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യമാണ്, ഈ ജീവിതം അതിനൊരു കൃത്യമായിട്ടുള്ളൊരു എൻഡ് പോയിന്റ് ഉണ്ട്. അതിന് ഫൈനൈറ്റ് ജീവിതമാണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജീവിതം ജീവിക്കുന്നത്. അതാണെങ്കിൽ അതിനൊരു എൻഡ് പോയിന്റ് ഇല്ലാത്തൊരു ജീവിതമാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ചിത്രം ഗസയിൽ നിന്നാണ് തകർത്ത് തരിപ്പണമാക്കി. എന്നാലും ഇവിടുത്തെ മനുഷ്യന്മാർ റമദാനിനെ വരവേൽക്കുകയാണ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ചിത്രം ഒന്ന് മനസ്സിലെപ്പോഴും കാത്തു സൂക്ഷിക്കണം. എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് മനുഷ്യന്മാർ നോമ്പ് നോക്കുക? പക്ഷെ നമുക്ക് കാണാൻ കഴിയും, പിന്നെ റമദാൻ മാസത്തിലെ സ്പെഷ്യൽ ബോംബുകൾ ഇസ്രായേൽ ഇറക്കിയാൽ പോലും ഈ മനുഷ്യന്മാർ നോമ്പ് നോക്കുന്ന കാര്യത്തിൽ പുറകോട്ട് പോകാറില്ല. അള്ളാഹു ഇവർക്കൊക്കെ അവരുടെ പരീക്ഷണങ്ങളിൽ നിന്നുള്ള അവരെ രക്ഷിക്കട്ടെ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നോമ്പ് നോക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ അടുത്ത് എത്താൻ നമ്മൾ ശ്രമിക്കുന്നത്? ജന്നാത്ത് തജ്രി മിൻ തഹ്തിൽ അൻഹാർ, അത് തോട്ടങ്ങളാണ്. ഈ തോട്ടങ്ങളുടെ അടിയിൽ അരുവികൾ ഒഴുകുന്നു. ഇതിൻ്റെ ഒരു ചിത്രമാണ്. ഇങ്ങനെയല്ല, ഇതിനേക്കാൾ സുന്ദരമായിട്ടുള്ള ചിത്രമായിരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാവണം, അതിനുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിനുള്ളിൽ വരണം. ഇനിയും സൂറത്തുൽ ഹദീദിലുള്ള ഒരു ആയത്തുണ്ട്, അർദുഹ അർദിസ് സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശാലത ആകാശങ്ങളും ഭൂമിയുടെയും വിശാല മാതിരിയാണ്. അപ്പോൾ വിശാലത മാതിരിയാണ്. ലില്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി, അത് ആർക്ക് വേണ്ടിയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്? അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ വിശ്വാസമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു അങ്ങനത്തെ ഒരു സ്ഥലം ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം നമുക്കൊന്നും കൂടെ ഉറപ്പിക്കണം. ഇനി നോമ്പിലേക്കുള്ള പ്രിപ്പറേഷൻസ് പല കാര്യങ്ങളും പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ടുള്ള പ്രിപ്പറേഷൻ ഇതാണ്, യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് അസ്സിയാം അല്ലെങ്കിൽ നോമ്പ് നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ള ജനങ്ങൾക്ക് എഴുതിയ പോലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഒരുപക്ഷെ കൈവരിച്ചാൽ. അപ്പോൾ തഖ്വ ആണ് നമ്മുടെ ഫസ്റ്റ് ലക്ഷ്യം. തഖ്വയ്ക്ക് പല ഫെസറ്റ്സ് ഉണ്ട്.
ഏറ്റവും ആദ്യം അള്ളാഹുവിനെ നമ്മൾ പേടിക്കും. തഖ്വ മീൻസ് ഫിയറിങ് അള്ളാഹ്. രണ്ടാമത് നമ്മുടെ ഈ ജീവിതം കഴിഞ്ഞിട്ടൊരു ജീവിതം, ആ ജീവിതത്തിൽ നമ്മൾ ഈ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾക്ക് ഒരു അക്കൗണ്ടബിലിറ്റി നമുക്കുണ്ടാവും. സെൽഫ് കൺട്രോൾ, സെൽഫ് ഡിസിപ്ലിൻ, ചിട്ട, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വബോധം, ഒബീഡിയൻസ്, അതുപോലെ പ്യൂരിഫിക്കേഷൻ. ഇനി നമ്മൾ ഈ തക്വ കൈവരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ തക്വ കൈവരിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ വേറൊരു ആംഗിൾ മനസ്സിലാക്കേണ്ടതാണ്, ഇസ്ലാം സന്യാസിത്വമല്ല. നമ്മൾ നോമ്പ് നോറ്റ് ഏതെങ്കിലും ഒരു ഗുഹയിൽ പോയി ഒളിഞ്ഞ് നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഉഷാറാക്കുക, നമ്മുടെ ദുആകളും പ്രാർത്ഥനകളൊക്കെ, അതല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ഇൻഡിവിജ്വൽ മൊറാലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ സൊസൈറ്റിയോടുള്ള നമ്മുടെ ബാധ്യതകളൊക്കെ നിറവേറ്റാനാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള എക്സസൈസസിൽ പെടുന്ന പല കാര്യങ്ങളിലാണ് ഇഫ്താർ പ്രോഗ്രാംസ് നടത്തുന്നു, നമ്മൾ സക്കാത്ത് നൽകുന്നു, നമ്മൾ സദക്ക നൽകുന്നു, അതുപോലെ തന്നെ സാമൂഹിക തിന്മകൾക്കെതിരെ ജിഹാദ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ റമദാൻ മാസം എന്ന് പറയുന്നത് ബാക്കിയുള്ള മാസങ്ങളിൽ നിന്ന് ഒരല്പം കൂടെ ക്ഷീണം അനുഭവിക്കുന്നുണ്ട്, ഒരല്പം കൂടെ റെസ്റ്റ് എടുത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ ചെയ്താൽ മതി എന്നൊരു തോന്നലുണ്ടെങ്കിൽ തെറ്റാണ്. നമ്മുടെ ഇൻഡിവിജ്വൽ തഖ്വ നമ്മൾ കൂട്ടുന്നതനുസരിച്ച് സമൂഹത്തോടുള്ള ബാധ്യത ഒന്നും കൂടെ ഊർജമായിട്ട് ഊർജത്തോടെ നമ്മൾ അത് നിറവേറ്റുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, റമദാൻ മാസം ഒരു പവിത്രമായ മാസം, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാണ്. ഈ മാസം ചെകുത്താനുകളൊക്കെ അള്ളാഹു ചങ്ങലിട്ട് പൂട്ടിയിട്ടുണ്ട്. നന്മകൾ ചെയ്യാൻ ഒന്നും കൂടെ ഒരു എളുപ്പം ഉള്ളൊരു മാസമാണ്. ഷഹ്റു റമദാൻ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ മാസത്തിലാണ് ഖുർആൻ അള്ളാഹു ഇറക്കിയത്. ഈ മാസത്തിലാണ് ബദർ യുദ്ധം വിശ്വാസികൾ ആദ്യത്തെ ഇസ്ലാമിക സ്റ്റേറ്റിനുള്ള ആദ്യത്തെ യുദ്ധം ജയിച്ചത്. ഈ മാസത്തിലാണ് ഹുദൈബിയ സന്ധി നടന്നത്. ഉംറയ്ക്ക് വേണ്ടി പോയ ആ സംഘം റമദാൻ മാസത്തിൽ അവര് ഹുദൈബിയ എന്നൊരു സ്ഥലത്ത് ഒരു സന്ധി ചെയ്യും. ആ സന്ധി പ്രകാരം ഒരു പ്രത്യേക ചാർട്ടർ തുടങ്ങാണ്. ഇത് മക്കൻ ഫത്തിന് വഴിയൊരുക്കി. അതും റമദാൻ മാസത്തിൽ ആണ് നടക്കുന്നത്. ഈ റമദാൻ മാസത്തിലാണ് താരിഖ് ബിൻ സെയ്ദ് സ്പെയിൻ എന്നൊരു സ്ഥലം കൈയടക്കിയത്. ഹിത്തീൻ യുദ്ധം സലാഹുദ്ദീൻ അയ്യൂബി ജയിക്കുന്നത് റമദാൻ മാസത്തിലാണ്. ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പറഞ്ഞാൽ വെറുതെ ഇരിക്കേണ്ട ഒരു മാസമല്ല. റമദാൻ മാസം ജിഹാദിന്റെ ഒരു മാസമാണ്. റമദാൻ മാസം ഒരു ട്രെയിനിങ് മന്താണ്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത നന്മകൾ നമ്മളൊരു ഡയറിയിൽ ട്രാക്ക് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. ഒരു എക്സ്ട്രാ ദുആ നമ്മൾ പഠിക്കുക, കുറച്ചും കൂടെ ആയത്തുകൾ പഠിക്കുക, കുറച്ചും കൂടെ ഹദീസുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, തഹജ്ജുദ് തുടങ്ങിയിട്ടില്ലെങ്കിൽ തഹജ്ജുദ് തുടങ്ങുക, നമ്മുടെ ക്യാരക്ടർ ഇംപ്രൂവ് ചെയ്യുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ കഴിക്കുന്ന വിഷങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഈ മാസം നമ്മൾ അതിൽ നിന്ന് വെടിഞ്ഞു നിൽക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. ട്രൈ അവോയ്ഡിങ് ഷുഗറി ഡ്രിങ്ക്സ് ആൻഡ് ഓയിലി ഫുഡ്സ്. പിന്നെ ചില കർമ്മങ്ങൾ ചെയ്യുന്നത് ഈ നോമ്പിന്റെ നമ്മുടെ ബർക്കത്തും അതിൻ്റെ റിവാർഡ്സ് നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കള്ളം പറയല്, പരിദൂഷണം പറയുന്നത്, റിബ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, വാച്ചിങ് ഓർ ലിസ്ണിംഗ് ടു ബാഡ് കണ്ടന്റ്. നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ പല 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 കാര്യങ്ങൾ യൂട്യൂബ്, ഫേസ്ബുക്ക് എടുത്ത് നോക്കും, നമ്മൾ കാണും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ കാണുമ്പം നമ്മളൊപ്പം രണ്ട് മലക്കുകളുണ്ട്. ആ മലക്കുകൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കുക. സൂക്ഷിച്ചു വേണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. വി ഷുഡ് നോട്ട് ഡിപ്രൈവ് ദ റൈറ്റ്സ് ഓഫ് അതേഴ്സ്. ബാക്കിയുള്ള മനുഷ്യന്മാരുടെ അവകാശങ്ങൾ ഹനിക്കുന്നത് നമ്മുടെ നോമ്പിന്റെ ചൈതന്യം നഷ്ടപ്പെടുത്തുന്നതാണ്. നോമ്പ് ഒരു പരിചയമാണ്. ദുആ സിലാഹുൽ മുഅ്മിൻ. നോമ്പ് എന്ന് മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനകൾ ഒരു മുഅ്മിന്റെ പരിചയമാണ്. അതുകൊണ്ട് രാത്രി സമയത്തുള്ള നമ്മുടെ നമസ്കാരങ്ങൾ, പകൽ സമയത്ത് നമ്മുടെ ദിക്ർ, ഖുറാനിക് ദുആസ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. പ്രവാചകന്മാരുടെ കഥകളൊക്കെ നമ്മൾ
ഒരാവർത്തിയൊക്കെ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അവരെങ്ങനെയാണ് ഈ ലോകത്ത് ജീവിച്ചതും അവരെങ്ങനെയാണ് പരീക്ഷണങ്ങളൊക്കെ അവർ നേരിട്ടതും ഒക്കെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ഫൈനൽ സ്ലൈഡിലേക്ക് എത്തുകയാണ്. ഈ പദം ഒരുപക്ഷെ നമുക്ക് സുപരിചിതമാണ്. സമയന എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടു, അതാന എന്ന് പറഞ്ഞാൽ നമ്മൾ അനുസരിച്ചു എന്ന്. ഇത് സൂറത്തുൽ ബഖറയില് നമുക്ക് കാണാൻ കഴിയും. ഈ സമയന അതാന എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ എന്താണ്, അതിൻ്റെ ഒരു ചരിത്രം എന്താണ്? അന്ധകാലത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിന് ബയ്യത്ത് ചെയ്യുമ്പോൾ പുതിയ വിശ്വാസികൾ സമയന അതാന എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നു, നമ്മൾ അനുസരിക്കുന്നു എന്നാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ജനത ചെയ്തിരുന്നത്. നമ്മളും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ അനുയായികളാണ്. നമ്മളും സമയന അതാന എന്നാണ് പറയേണ്ടത്. ഇനി വേറൊരു പദപ്രയോഗമുണ്ട്, സമയന അസൈന. നമ്മൾ കേട്ടു, പക്ഷെ നമ്മളത് അനുസരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെ നിഷേധിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ ധിക്കരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അസൈന ഇത് ആരുടെ പറച്ചിലാണ്? ബനു ഇസ്രായേൽക്കാരുടെയാണ്. അപ്പോൾ നമ്മൾ ഖുറാന്റെ മാസമാണ് എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. നമ്മൾ ഖുറാൻ കൂടുതൽ ഓതാൻ നമ്മൾ ശ്രമിക്കുന്നു. പക്ഷെ ഈ ഓത്തിലൊക്കെ എന്താണ് ചെയ്യുന്നത്? നമ്മൾ അള്ളാഹു കേൾക്കുകയാണ് ചെയ്യുന്നത്, സമയാന. അപ്പൊ ആ കേൾക്കുന്ന സന്ദേശത്തെ നമ്മൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ജൂതന്മാർ ചെയ്ത പോലെ, അല്ലെങ്കിൽ ബനി ഇസ്രായേൽക്കാർ ചെയ്ത മാതിരി സമയന അസൈന എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ കഥകളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് നല്ലത്, മൂസ അലൈഹി ഇസ്ലാമിന്റെ ജനത അവരെങ്ങനെ പിന്നെ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ, ഫിറോന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം മരുഭൂമിയിൽ എങ്ങനെയാണ് 40 വർഷം കഴിഞ്ഞു എന്നുള്ളത് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. സൂറത്തുൽ ബഖറയിലൂടെ നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ ആ ജനതയുടെ വ്യത്യസ്ത അസുഖങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങൾ അതൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ നമുക്ക് കഴിയും. ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ജസാക്കുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും, നമ്മുടെ നോമ്പുകളും, നമ്മുടെ സദക്ക, നമ്മുടെ സക്കാത്ത്, നമ്മുടെ ദുആ, നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ ജിഹാദിന്റെ എല്ലാ ശ്രമങ്ങളും അതെല്ലാം ആഖിറത്തിലൊരു മുതൽക്കൂട്ടാവാൻ വേണ്ടിയിട്ട്, അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരു ഇടം കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒരു കാരണമായി മാറട്ടെ. സല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി അജ്മഈൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ശുക്രാൻ, ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും. ഡോക്ടർ സാബ്, ദാനി സാഹിബ്, നല്ല നല്ല ക്ലാസ്സാണ്. കാരണം നമ്മൾ റമദാനെ കുറിച്ച് അല്ലെങ്കിൽ റമദാന്റെ മുന്നൊരുക്കത്തെ കുറിച്ചൊക്കെ പല ക്ലാസ്സുകളും കേട്ടിട്ടുണ്ടെങ്കിലും ഇത് കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായ ഒരു ക്ലാസ് ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. പലപ്പോഴും നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ആംഗിളിലല്ലാതെ മറ്റൊരു ആംഗിളിലൂടെ കാര്യങ്ങൾ പറയുന്ന ഒരു രീതി വളരെ മനോഹരമായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു, ഇൻഫോർമേറ്റീവ് ആയിരുന്നു. പിന്നെ എൻ്റെ ഈസാ നബി 2 പ്രവാചകന്മാരെ മൗനവ്രതത്തിലാക്കിയ സമയത്ത് ഈസാ നബി ഈ ലോകത്ത് നിന്ന് പറഞ്ഞയച്ചു എന്ന് പറയുന്നല്ലോ. ഞാനിപ്പോൾ അൽഹംദുലില്ലാ ഞാൻ ഇന്നലെ ആണ് തിരിച്ചെത്തിയത്. ആ പുണ്യപ്രദേശങ്ങൾ ഹോളി ലാൻഡിലൂടെയൊക്കെ ജസ്റ്റ് ഒരു ടൂറ് പോയി. അപ്പോൾ അവിടെ പ്രവാചകൻ ഈസാ നബി അങ്ങോട്ട് ആകാശത്തേക്ക് ഉയർത്തിയ ആ ഒലീവ് ഹിൽസ് ഓഫ് ഒലീവ് അതൊക്കെ കാണാൻ കഴിഞ്ഞു. അതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള ചരിത്രങ്ങളൊക്കെ നമ്മുടെ കണ്ണിലൂടെ ഇങ്ങനെ റിവൈവ് ചെയ്യും. നല്ലൊരു അനുഭവമായിരുന്നു അത്. ഈസാ നബി ജനിച്ച സ്ഥലവും അതേപോലെ തന്നെ പിന്നെ അദ്ദേഹത്തെ ക്രൂസിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതിലിപ്പം ഞങ്ങളെ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത് അത് ശരിക്കും ആ ഒറ്റിക്കൊടുത്ത ജൂദാസിനെ തന്നെ ഈസാ നബിയുടെ അതേ രൂപത്തിലേക്ക് മാറ്റിയിട്ട് അദ്ദേഹത്തിനാണ് ഇവർ കൊന്നത് എന്നാണ് പറയുന്നത്, ശത്രുക്കളായിട്ട് കൊന്നത് എന്നാണ്. ഈസാ നബി സത്യത്തിൽ 2 ദിവസത്തോളം ഒളിഞ്ഞിരുന്നതിന് ശേഷം 3-ാമത്തെ ദിവസം ആ ഒലീവ് ഹില്ലിൽ നിന്ന് ആകാശത്തേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു എന്നാണ് വിശദീകരിക്കപ്പെട്ടത്. ബർണബാസിന്റെ ബൈബിളിൽ ഈ കാര്യങ്ങൾ കുറേ കൂടെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുണ്ടായി. മനോഹരമായിട്ട് അവതരിപ്പിച്ച നല്ല ക്ലാസ് ആയിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം മറ്റൊരു ആംഗിൾ, നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു ആംഗിളിന് വ്യത്യസ്തതയും കൂടെ ഫീൽ ചെയ്തു. അൽഹംദുലില്ലാ, സന്തോഷം. അവരെ അങ്ങനെ തോന്നിപ്പിച്ചതാണ് സുബ്ബിഹലഹും. ഒരു എന്തായാലും ഈസാ അലൈഹി സ്വലാമിന്റെ സ്വർഗാരോഹണം
ഒരു പ്രത്യേക ഒരു സംരക്ഷണമാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ ഈസ അലൈഹി ഇസ്ലാമിന് പടച്ചു നൽകിയത്. കാരണം തൊട്ടു മുമ്പത്തെ പ്രവാചകൻ ആയ യഹ്യ അലൈഹി ഇസ്ലാമിനെ പിന്നെ യഥാർത്ഥത്തിൽ കൊല്ലുന്ന എങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊരു പക്ഷേ നമ്മൾ നോക്കുന്നത് നല്ലതാണ്. സിറിയയിൽ വെച്ചിട്ടാണ് യഹ്യ അലൈഹി ഇസ്ലാമിനെ വധിക്കുന്നത്. എന്നിട്ട് ഒരു വ്യഭിചാരിനെ എടുത്ത് ഒരു ഗോൾഡ് പ്ലേറ്റിൽ ആ തല കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എത്ര ഒരു വൃത്തിയായിട്ട ഒരു അവസ്ഥയാണ് ബനി ഇസ്രായേൽക്കാര് ഏതൊരു പതനത്തിലാണ് അവര് ഏർപ്പെട്ടു പോയതെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ കൊല്ലുന്നത് അവർക്കൊരു സുന്നത്തായിരുന്നു എന്നുള്ളത്. സക്കരിയ അലൈഹി ഇസ്ലാമിന് പിന്നെ വാള് കൊണ്ട് ഈർക്കുകയാണ് ഇങ്ങനെ, അപ്പോൾ ഈർന്ന് കൊല്ലുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പം പിന്നെ യഥാർത്ഥത്തില് നമ്മുടെ മനസ്സിൽ ഒരു പ്രത്യേക ഒരു വെറുപ്പൊക്കെ നമുക്ക് തോന്നണം. അതുപോലെ തന്നെ വെറുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു തർബീയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ തെറ്റുകളോടുള്ള വെറുപ്പ് നമുക്ക് തോന്നാൻ കഴിയണം. കാരണം ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പിന്നീട് വലിയ വലിയ കാര്യങ്ങളിലേക്ക് മാറുക.